ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷാക്കിർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അൽഹംദുലില്ലാ തന്നെയാണ്, വളരെ സുഖം. പിന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വ്ലോഗായിട്ടാണ്. അതും നമ്മുടെ ബിസി ഡേ ആണ് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ സദ്യ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ നമ്മളെ ഈസുക്കുട്ടനെ കാണിക്കാനും ഒക്കെ പാടുള്ള എല്ലാം കൂടി മിക്സഡ് ആയിട്ട് നല്ല ഒരു ബിസി ഡേ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വ്ലോഗിലേക്ക് കിടക്കാം. പിന്നെ വ്ലോഗിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ജിനു ആൻഡ് ഷാക്കിർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് നമ്മളിത്. ഇതാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ ഞാനിപ്പം ഒരു വൈകുന്നേരമായിട്ടുണ്ട്. അപ്പം ഉമ്മാനെയും കൂട്ടിയിട്ടൊന്ന് ഇസുക്കുട്ടനെ കാണിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇസുക്കുട്ടനെ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവൻ്റെ പല്ലിന് ചെറിയൊരു കേടുണ്ട്. അപ്പോൾ അതൊന്ന് അടച്ചു കഴിഞ്ഞാൽ അവൻ്റെ പല്ല് വേദന എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് ദിവസമായിട്ടുണ്ട് കരയൽ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഇന്ന് പോയിട്ടൊന്ന് കാണിക്കുക. അതിന് മുന്നത്തെ ഒരു ദിവസം പോയിട്ട് അവൻ്റെ ഒരു പല്ല് അടച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പം രണ്ടാമത്തെ കോട്ടിൻ്റെ അടുത്തുള്ള ഒരു പല്ലും കൂടി കേടുണ്ട്. അങ്ങനെ പിന്നെ അവനെ ഒരു കുഴപ്പം അങ്ങനെ അടക്കുന്നതിന് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഡോക്ടർമാർ തന്നെ സോപ്പ് ഇട്ടാണ്ടൊക്കെ ചെയ്യുമല്ലോ. അതുകൊണ്ട് പിന്നെ അവനും വലിയ ഇൻട്രസ്റ്റോട് കൂടെ ഒക്കെ തന്നെ നമ്മളെ കൂടെ പോകുന്നു കേട്ടോ. നമ്മുടെ അടുത്തുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് പോയത്. അപ്പം നമ്മളിന്ന് കാണിക്കുന്ന ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. അപ്പം ഇത് വേറെ ഡോക്ടറാണ് കേട്ടോ. ഏതായാലും അവൻ്റെ പല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അവന് വേദനയുള്ള സ്ഥലത്ത് അവർ പറഞ്ഞിട്ട് ജസ്റ്റ് കേട് കുറച്ച് ഉള്ളിലേക്കായിട്ട് എത്തിയിട്ടുണ്ട്, തൽക്കാലത്തിന് അടക്കാം. ഇനി എന്തെങ്കിലും ഒരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ടിയിരുന്നു പറഞ്ഞു. അങ്ങനെ പിന്നെ ഏതായാലും നമ്മളതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നേരെ പച്ചക്കറിൻ്റെ സ്റ്റോളിലേക്ക് വന്ന്. ഈ പച്ചക്കറിൻ്റെ സ്റ്റോളിലേക്ക് വന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നാളെ. അപ്പം ആ സദ്യക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ഐറ്റംസൊന്നും നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല. പിന്നെ ഞാനിപ്പോൾ എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷനിലല്ലല്ലോ. പിന്നെ അമ്മായും ഇത്താത്തയാണ് അതിന് മുൻകൈ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമ്മാനെയും കൂട്ടിയിട്ട് നേരെ പച്ചക്കറി കടയിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് സാമ്പാർ പൊടി, കായം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള കുറച്ച് ഐറ്റംസും വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ യോഗേർട്ട് എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ പോയാലും ഒരു യോഗേർട്ടിൻ്റെ ഒരു സ്ട്രോബെറി, ബ്ലൂബെറി ഫ്ലേവറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എന്താ പറയുക, ഈ കട്ട് ഫ്രൂട്ട്സിലേക്കൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവസാനം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എല്ലാം പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടോ. ഇസുക്കുട്ടനെ മിഠായിയൊക്കെ കഴിക്കലാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ അവന് ഇങ്ങനൊരു സാധനം നല്ല ഉഷാറായിട്ട് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. കുറേ ആയി പറയുന്നത്. ഏതായാലും കണ്ടപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചും കൊടുത്തു കേട്ടോ. നല്ല രസമാണ്, നല്ല സൗണ്ടിൽ ഇതിങ്ങനെ നിൽക്കുമ്പോൾ ചെവി ഇങ്ങനെ ഇളകുന്ന പോലെ. ഏതായാലും നല്ല ഇതാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളെ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ വാങ്ങിയ എല്ലാ ഐറ്റംസും വേണമല്ലോ, സാമ്പാറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ ഏകദേശം. അങ്ങനെ പിന്നെ രാത്രി തന്നെ ഇത്താത്തൻ്റെ വക പുളിഞ്ചി റെഡിയാക്കാണ്. പുളിഞ്ചി റെഡിയാക്കിയാൽ ചെറുതായിട്ടൊന്ന് വെള്ളം കൂടിപ്പോയി. അപ്പം അവളുടെ മുത്തശ്ശി പറഞ്ഞു കൊടുത്തിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അരി വറുത്തിട്ട് അത് പൊടിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല കട്ടിക്ക് വരും. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ ഉണ്ട്. നമ്മൾ ഈ ഒരു ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ അന്നത്തെ രാത്രിയൊക്കെ കഴിഞ്ഞു കൂടി. ഇപ്പോൾ രാവിലെ നമ്മൾ മോളൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ട് നാട്ടി ഇറക്കിയതിന് ശേഷം ഞാനൊന്ന് രാവിലെ എണീറ്റ് പോയി നോക്കിയപ്പോൾ ഇവർ എല്ലാം സെറ്റപ്പാക്കി ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ ടൈമൊന്നും ആവാൻ പറ്റില്ല. ഇതിപ്പം ആകുമ്പോഴത്തേനും പിന്നെ വൈകുന്നേരം ആവുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രാവിലെ നേരത്തെ എല്ലാ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ചെറുകുന്നുണ്ട്. പിന്നെ പുളിഞ്ചിയൊക്കെ നേരെ ഇപ്പോൾ കുപ്പിയിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്ക് ഇസുക്കുട്ടനും നമ്മളെ ഇത്താത്തൻ്റെ മോനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ കളിക്കാനിട്ട് രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് പല്ലും കൂടി തേച്ചിട്ടില്ല ചെങ്ങായിമാരെ. അങ്ങനെ പിന്നെ നമ്മൾ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുട്ടാണ് ഇന്നുള്ളത്. അപ്പം പെട്ടെന്ന് ഉണ്ടാകുന്നത് പുട്ടാണല്ലോ. പുട്ടും നല്ല കടലക്കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചായ കുടിക്കുകയാണ്. നല്ല കട്ടൻ ചായയും പുട്ടും കടലക്കറിയുമാണ് കേട്ടോ. പിന്നെ പുട്ടും പഴവും നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ എല്ലാം കൂട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ വന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഓരോരോ പണിയിലാണ്. പിന്നെ അവരെയൊന്നും വെറുതെ ഇടങ്ങേറാക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഒന്നുമില്ല, എനിക്ക് കോഴ്സിന് ഞാൻ ചേർന്നിട്ടുണ്ട്. ഇൻ്റർവെല്ലിൻ്റെ ഒരു ECPC ഡിപ്ലോമ കോഴ്സാണ്, മോണ്ടിസോറി
ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ അതിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സും ഈ രാവിലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം സദ്യ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള സംഗതിയൊന്നുമല്ലല്ലോ. പിന്നെ എൻ്റെയും കൂടി വലിയൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത് കേട്ടോ. അപ്പം പിന്നെ ഏതായാലും പയറും പിന്നെ അങ്ങനത്തെ ഈ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് ഫുള്ള് അരിഞ്ഞു കൊടുത്തിട്ട് ബാക്കി കുറേയൊക്കെ ഓവർ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരിത്തിരി സഹായങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കുളിച്ച് മാറ്റി ഒക്കെ ഒന്ന് റെഡി ആയിട്ട് നേരെ പിന്നെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളെ ഇസുക്കുട്ടനൊക്കെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അവന് പഴം കൂട്ടിയിട്ടാണ് കേട്ടോ ഒട്ടും ഇഷ്ടം. അങ്ങനെ പഴവും ഇതൊക്കെ കൂട്ടിയിട്ട് അവന് ഉരുളാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവനെന്നെ സ്വന്തം കഴിക്കുന്നുണ്ട്. താത്തയുടെ മോളൊക്കെ അവരൊക്കെ അപ്പം ചായ കുടിക്കുന്നുണ്ട്. എൻ്റെ ടൈം ആയപ്പോൾ പിന്നെ ഞാൻ ഏതായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് കുറച്ച് ദിവസമായി ഞാനിപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ഈ ECPC മോണ്ടിസോറി ഡിപ്ലോമ കോഴ്സിന് ചേർന്നിട്ട് കേട്ടോ. എനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ടീച്ചർ ആവണമെന്ന്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഒത്തിട്ടില്ല. എന്നാൽ ഇന്ന് എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചുരുങ്ങിയ ചിലവിൽ അതും EMI ഓപ്ഷനോട് കൂടിയിട്ട് ഇവർ നൽകുന്ന ECPC മോണ്ടിസോറി ഡിപ്ലോമ കോഴ്സൊക്കെ എനിക്കൊരു ആശ്വാസം തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇതിന് വെറും 12th ക്വാളിഫിക്കേഷൻ മാത്രം മതി. ഓരോ ബാച്ച് വൈസ് ആയിട്ടാണ് കേട്ടോ ക്ലാസ്സുകളുള്ളത്. പോരാത്തതിനാണെങ്കിൽ 8 മന്ത് ഡ്യൂറേഷൻ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി 4 മന്ത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള ഇൻറ്റേൺഷിപ്പാണ് കേട്ടോ. 100% പ്ലേസ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ എനിക്ക് ചെറിയ ബേബി ഉണ്ടായതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഷെഡ്യൂൾഡ് ക്ലാസ്സിനൊന്നും പങ്കെടുക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. പക്ഷേ അതിനും പേടിയില്ല. അതിന് അവർ റെക്കോർഡഡ് ക്ലാസ് ആണ് കേട്ടോ നമുക്ക് അയച്ചു തരുന്നത്. അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ സീഡ് സർട്ടിഫിക്കറ്റും ഇൻ്റർനാഷണൽ വാലിഡ് UK സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടും കേട്ടോ. നമുക്ക് പുറത്ത് പോയിട്ടും നമുക്ക് ജോലി ചെയ്യാം. ഇപ്പോൾ ഈ കോഴ്സിൽ ഇവർ മോണ്ടിസോറി സൈക്കോളജി, ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോരാത്തതിന് തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബെസ്റ്റ് പേരൻ്റ് ആവാനും ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഇസുക്കുട്ടൻ അതിൻ്റെ ഇടയിൽ വന്നപ്പോൾ ഞാൻ ടീച്ചർക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ അവനെ. അപ്പോൾ അവന് അവിടെ ഹസ്ബൻഡിൻ്റെ കൂടെ ആയതുകൊണ്ട് അവനെ എപ്പോഴും കിട്ടാറില്ല. അങ്ങനെ അവനൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ഫോൺ നമ്പറൊക്കെ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. അവരായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കും ഇങ്ങനെ ഈ താല്പര്യമുള്ള ആളുകളുണ്ടാവും. പക്ഷേ പോകാൻ കഴിയാതെ ഓഫ്ലൈനായിട്ട് പോകാൻ കഴിയാത്ത ആളുകളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ അത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന അവസരങ്ങളാണ് എപ്പോഴും നമ്മളത് യൂസ് ആക്കണം കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ തന്നെ അവർക്ക് ഇൻഡിവിജ്വൽ ട്യൂഷനും ലിറ്റിൽ ജീനി കോഴ്സും ഫൗണ്ടേഷൻ കോഴ്സും അതുപോലെ തന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. നമ്മളെ ഈ വെക്കേഷൻസിലൊക്കെ പറ്റിയ നമുക്ക് പലതരം നമ്മുടെ മക്കൾക്ക് വരെ നമ്മുടെ ബേസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് നമ്മളതിൽ ചേർന്ന് നമുക്ക് തന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ അതിനോട് ഹെൽപ്ഫുൾ ആവുക കേട്ടോ. അങ്ങനെ ക്ലാസ് കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ട് തന്നെ നമ്മളെ പാത്തു ഉണർന്നിട്ടുണ്ട്. അപ്പം ഞാൻ ടീച്ചറോട് ബൈ ഒക്കെ പറഞ്ഞിട്ട് പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് മോളെയൊക്കെ ഒന്ന് ജസ്റ്റ് വീണ്ടും ഒന്ന് പാലൊക്കെ കൊടുത്ത് ഉറക്കിയതിന് ശേഷം ഞാൻ പോയപ്പോൾ ഇവിടെ തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ സാമ്പാറാണ്. ആദ്യം ഇതൊക്കെ എന്താ പറയുക വെളിച്ചെണ്ണയിൽ എന്താ പറയുക ഉള്ളി, തക്കാളി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടാണ്ട് ഫുൾ വയറ്റി ഉണ്ടാക്കുന്ന സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തന്നെ ഉഴുന്നും അരിയും ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്തായാലും സാമ്പാർ ഉണ്ടാക്കിയാൽ കൂടുക എന്നല്ലാതെ കുറയൂല. അപ്പോൾ നാളത്തേക്ക് കൂടി ഉണ്ടാവുമല്ലോ. തട്ടുദോശയൊക്കെ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഉഷാറായിട്ട് കഴിക്കാമല്ലോ. അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം ഇവർ ഇവിടെ 10 മണി ചായ വീണ്ടും കുടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുട്ടും പഴമൊക്കെ അവർ കഴിക്കുന്നുണ്ട്. പുട്ടും കറിയൊക്കെ കഴിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു ആൾ കസിനും ഒരാൾ അനിയത്തിയാണ് കേട്ടോ. നിങ്ങൾക്കറിയാൻ മതിയാവും. പിന്നെ മോളെ അവർ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്താത്തൻ്റെ ബീറ്റ്റൂട്ട് പച്ചടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബീറ്റ്റൂട്ട് അത്യാവശ്യം ക്രഷ് ചെയ്ത രീതിയിലാണ്. ചിലർ ബീറ്റ്റൂട്ട് നന്നായിട്ട് അരച്ചിട്ടാണ് ഉണ്ടാക്കുക. പിന്നെ അതിലേക്ക് നന്നായിട്ട് തൂമിച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ക്രഷ് ചെയ്തിട്ട് തൂമിച്ച് ഒഴിച്ചിട്ടുള്ളൊരു ബീറ്റ്റൂട്ട് പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട്. ഗ്യാസ് അടുപ്പിലും ഒക്കെ ആയിട്ടാണ്. ഇപ്പോൾ LPGൻ്റെ ഭയങ്കര ക്ഷാമമാണല്ലോ. അതുകൊണ്ട് ഫുൾ LPGയിലൊന്നും നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഉപ്പൻ്റെ പൂച്ചത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിലൊന്നും കയറില്ല കേട്ടോ. ഉപ്പ പുറത്ത് ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നോക്കി ഇതാക്കുന്ന പൂച്ചയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഈ ക്യാബേജ് തോരനും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ക്യാരറ്റും ഇതൊക്കെ ഇട്ട് മിക്സഡ് ആയിട്ടുള്ളതൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിയൽ അമ്മായിയുടെ വകയാണ്. അമ്മായി അവിയലൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയോ? ഇപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞില്ല. വിഷുവൊക്കെ കഴിഞ്ഞ ടൈമിൽ തന്നെ നമുക്ക്
എന്താ പറയുക, ഭയങ്കര സദ്യ കഴിക്കാൻ പൂതിയേനു. പക്ഷേ ആരും വിളിച്ചാലും പോവാനും കഴിയില്ല. ഇനിയിപ്പം വിളിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ആരും അങ്ങനെ ഇല്ല കേട്ടോ. അങ്ങനെ ഏതായാലും ഈ ഒരു വിഷുവിനോ ഇതിനൊക്കെ സദ്യ കഴിക്കാന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് വിഷുവിന് വേറെ നമ്മൾ ഇവരെ വീട്ടിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ കേട്ടോ. പക്ഷെ എന്നാലും എന്താ ചെയ്യുക, നമുക്ക് ദണ്ണം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ എല്ലാവരും ആരവത്തോടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ പയറ് മെഴുക്ക് വരട്ടിയും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, സദ്യൻ്റെ എല്ലാ കൂട്ടാനും കൂടി പറയാൻ സത്യം പറഞ്ഞാൽ നാവ് ഉളുക്കി പോവാണ്. എങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ക്യാബേജ് തോരനക്കുള്ളതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് അരിഞ്ഞ് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ച് പിന്നെ അത് അടുപ്പത്തേക്ക് വെക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഓരോന്ന് ഇറക്കുമ്പോൾ ഓരോന്ന് ഇങ്ങനെ കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മായിൻ്റെ ഓരോരോ ഇതാണ്, എന്തൊക്കെ പൊടികളൊക്കെ വാരി ഇട്ടിട്ട് ഏതായാലും മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ അമ്മായി ഉണ്ടാക്കിയതൊക്കെ. പിന്നെ താത്തയും അത്യാവശ്യം നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കും കേട്ടോ. പിന്നെ അതാ പയറ് മെഴുക്ക് വരട്ടിയാണ്, അത് ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഇതെല്ലാം നമ്മുടെ ഇതിലേക്ക് എന്താ പറയുക, സദ്യയിലേക്ക് ഉണ്ടാക്കുക, വേറെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞോളൂടെ. നമുക്ക് നമ്മളെ ആ ഒരു രീതിയിലുള്ള സദ്യ ഉണ്ടല്ലോ, ഒരു എരിവ് കൂട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൂട്ടിനനുസരിച്ചിട്ടുള്ളൊരു സദ്യക്കൂട്ട്, അതാണ് കേട്ടോ. പിന്നെ എന്തായാലും മാപ്പിളാരാണെന്നാവും നമ്മൾ മീൻ വറക്കാൻ പാടില്ല സദ്യയിലേക്ക്. അതുകൊണ്ട് നല്ല കഷ്ണ മീനായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടുന്ന് പോകാനൊന്നും ആളില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കിട്ടിയത് ഈ മീനാണ് കേട്ടോ. മറ്റേ അവിടെയുള്ള മീൻ ചീഞ്ഞ ഒരു ടൈപ്പ് മീനായതുകൊണ്ട് തന്നെ ഇപ്പോൾ പറ്റിയിട്ടില്ല. കാരണം സൂത ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും മാന്തൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ മാന്തളും ഏതായാലും വാങ്ങിച്ചു. പിന്നെ ഇത് കൂട്ടുകറി റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് പുറത്ത് പോയി നോക്കിയപ്പോൾ നമ്മളെ കുട്ടു മണീസ് ഇവിടെ കളിക്കുകയാണ് കേട്ടോ. അവർ ഇത്താത്തൻ്റെ മക്കളുണ്ട്, പിന്നെ ഇസുക്കുട്ടനുണ്ട്. അവരെല്ലാവരും കൂടി ഒത്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ പോയി നോക്കണം കേട്ടോ സംഭവം. എന്നാലേ മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ. എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ അത് അവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ കൂട്ടുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു 10-15 കൂട്ടാനൊക്കെ ഉണ്ട്. അതിൽ ഏകദേശമൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പായസം നമ്മൾ ലാസ്റ്റാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പായസം ഉണ്ടാക്കാൻ ഞാനാണ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ നമ്മളെ കൂട്ടുകറിയൊക്കെ ഇവിടെ റെഡി ആയതിനു ശേഷം പിന്നെ നമ്മൾ ഈ താലിയമോള് മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ താലിയമോളെ വേഗം തന്നെ ഉമ്മ തന്നെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഈസുക്കുട്ടനെ സൈക്കിളൊക്കെ ഓടിക്കുന്നുണ്ട്. സൈക്കിൾ ആദ്യം അപ്പുറത്തും ഇപ്പുറത്തും മറ്റേ ചെറിയ ചക്രം വെച്ചിട്ടായിരുന്നു കേട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ ഇതിനൊക്കെ കൂടെ കളിച്ച് പിന്നെ നമ്മളവിടുത്തെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി മൂപ്പരന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ സൈക്കിൾ ഓടി പഠിച്ചിട്ടുണ്ട് കേട്ടോ, 2 ചക്രം ഇല്ലാതെ തന്നെ. പിന്നെ നമ്മളെ വഴുതന ഉണ്ട്. വഴുതന ബാക്കിയുണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വഴുതന പൊരിച്ചത് കേട്ടോ. അപ്പം ഇവിടുത്തെ അനിയത്തിക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഏതായാലും വഴുതന പൊരിച്ചതും കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കായും കൂട്ടി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ താലിയമോളുടെ നീരാട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ അമ്മ കുളിപ്പിച്ചൊക്കെ നല്ല സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്തു. പിന്നെ വൈറ്റമിൻ D3 മരുന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റിൽ നമ്മുടെ പണിയാണ്. നമ്മുടെ ഇത് ലാസ്റ്റിലെന്ന് പറഞ്ഞാൽ വഴുതന പൊരിക്കാനും മീൻ പൊരിക്കാനും ഉണ്ട് കേട്ടോ. അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുകയാണ്. മറ്റേ അടുപ്പിൽ വെച്ചിട്ട് പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. ചോറ് അവിടെ നിന്ന് ഇങ്ങനെ തിളച്ച് മറിയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഈ പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. അതിൽ പാലട പായസത്തിൽ ഞാൻ സാബുനരിയും കൂടി ഇട്ടിട്ടുണ്ട്. അതായത് ചൊവ്വരി എന്ന് പറയും, നമ്മളിവിടെ സാബുനരി എന്നാണ് പറയല്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ആദ്യം ഇത്തിരി വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം ഒരു പകുതി വെന്തതിന് ശേഷം ബാക്കി നമ്മൾ പാക്കറ്റ് പാല് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൽ പാലട പായസം ഉണ്ടാക്കുന്ന ആ ഒരു ഫുൾ പാക്കറ്റ് ഉണ്ടല്ലോ, നമുക്ക് മിൽക്ക് മെയ്ഡ് എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു പാക്കറ്റ്, അതായിരുന്നു വാങ്ങിച്ചത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടുപോയി. അതിൽ പാക്കറ്റിൽ വെറും പാലടയും പിന്നെ വേറെ പാക്കറ്റിൽ ഒരു പഞ്ചസാരയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഫുൾ നമ്മൾ ആ ഒരു റെസിപ്പിയിൽ തന്നെ ലാസ്റ്റ് പാലട പായസം ഉണ്ടാക്കുകയാണ്. അപ്പം അതിലേക്ക് നമ്മളെ പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും എല്ലാം കൂടി ഒക്കെ വെച്ചിട്ട് പാർന്ന് പിന്നെ ഈ നമ്മുടെ ഏലക്ക പൊടിച്ചിടുന്നുണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അപ്പുറത്തെ അടുപ്പിൽ ബ്രിഞ്ചൽ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല നെയ്യിൽ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ക്രഷ് ചെയ്തതാണ് കേട്ടോ. വലിയ അണ്ടിപ്പരിപ്പ് കടിക്കുന്നതിനേക്കാളും നല്ലത് പായസത്തിൽ ചെറിയ അണ്ടിപ്പരിപ്പ് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൽ മുന്തിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തൂമിച്ചിട്ട് ഈ പായസം ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അടുപ്പത്തല്ല വെച്ച് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു. പിന്നെ ലാസ്റ്റിൽ നമ്മുടെ പായസത്തിൻ്റെ ചെറുതായിട്ടൊരു കാരമലൈസ് ചെയ്യാനുണ്ട്. കാരണം അതിൻ്റെ ഒരു ചെറിയൊരു കളറൊക്കെ വേണമല്ലോ പാലിൻ്റെ പായസത്തിന്. അപ്പം പഞ്ചസാര കുറച്ചിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെ പഞ്ചസാര നന്നായിട്ടൊന്ന്
ഉരുക്കിയെടുക്കുന്നുണ്ട്. ആ ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോൾ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓവർ കളർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കാരമലിൻ്റെ ചോയ വേറൊരു ടേസ്റ്റ് തന്നെ ആയി വരും. അപ്പോൾ നമ്മൾ ആ ഒരു പായസത്തിലേക്ക് പാരുമ്പം ടേസ്റ്റ് പിന്നെയും പെട്ടെന്ന് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഏകദേശം ഇപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളർ ചേഞ്ചിങ് വന്ന അങ്ങനെ നല്ല അടിപൊളി പാലട പായസം, നല്ല കുറുക്കിയ പാലട പായസം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം പാലട പ്ലസ് ചകിരി പായസം കേട്ടോ. പക്ഷേ അതിൻ്റെ ആ ഷുഗർ ഇട്ടെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റിനൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോഴേക്കും നമ്മളെ ബ്രിഞ്ചിൽ അധികം ഓവർ മസാലയൊന്നും ഇട്ടിട്ടില്ല. ഓവർ മസാല ഇട്ടാൽ എനിക്ക് അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ മസാല ഇട്ടിട്ടില്ല. എല്ലാവർക്കും പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ നല്ലത് ഓവർ മസാല ഇല്ലാത്തല്ലേ. അപ്പോൾ ആദ്യത്തേത് എൻ്റെ താത്ത അങ്ങോട്ട് പോയിട്ട് കരിച്ചു കളഞ്ഞിട്ടു. പിന്നത്തെ നല്ല റെഡിയായി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല മാന്തൽ പൊരിക്കുന്നുണ്ട്. നമ്മൾ ഈസുക്കുട്ടൻ ഇതിൻ്റെ ഇടയിൽ സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ പിന്നെ മാന്തളൊക്കെ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ഉമ്മ വാഴൻ്റെല വെട്ടിക്കൊണ്ടുവന്ന്, അത് വല്ലാത്തൊരു രസമാണ് കേട്ടോ. വാഴൻ്റെല വെട്ടിക്കൊണ്ടുവന്ന് അത് ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ടൊക്കെ ഒന്ന് കഴുകി, അപ്പോഴേക്കും അവിടെ കീറി ഇവിടെ കീറി, പിന്നെ ഉമ്മ എന്താക്കി അത് നടുവ് കൂടെ ഇങ്ങനെ ഇപ്പം നടുവ് കൂടെ കട്ട് ചെയ്തിട്ട്, അപ്പോഴേക്കും ഇപ്പൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നടുവ് കൂടെ കട്ട് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിച്ചതാണ് അടുപ്പത്ത് വെച്ചിട്ട്. അതാണ് ഈ കോലത്തിലായത് കേട്ടോ. അങ്ങനെ പിന്നെ ഒന്നും കൂടി ഒന്ന് തുടച്ച് എടുത്തിട്ട് പിന്നെ നമ്മൾ കഴുകിയെടുക്കുകയാണ് കേട്ടോ. കാരണം ആ ഒരു വാഴൻ്റെല പറ്റും കൊണ്ട് കരിഞ്ഞുണങ്ങിയ മാതിരിയായിട്ടോ. അപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു എന്തായാലും എനിക്ക് വേറെ നല്ല വാഴൻ്റെല തന്നെ വേണം. കാരണം യൂട്യൂബിലൊക്കെ കാണിക്കുമ്പോൾ കുറച്ചൊക്കെ നല്ല പവറിൽ കാണിക്കാനല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ കറക്റ്റ് കൂട്ടാനുകൾ. പച്ചടി, ബീറ്റ്റൂട്ട് പച്ചടി, പിന്നെ ഓരോന്നുണ്ട്. ഏതായാലും ഞാൻ ഓരോന്നോരോന്ന് ഇടുന്നതായിട്ട് കാണിക്കാം. പിന്നെ പായസത്തിനുള്ള ഗ്ലാസ്സും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സംഭവം ഈ ഒരു ഇതിലേക്കുള്ള കൂട്ടാനാണോ ഉണ്ടാവുക എന്നൊന്നും അറിയില്ല. ചിലതൊക്കെ ചെറിയ വായിൻ്റെലായിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെതും പിന്നെ എൻ്റെ വലിയ അനിയത്തിൻ്റെതും കുറച്ച് വലിപ്പമുള്ള വായിൻ്റെല തന്നെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അവസാനം പോയിട്ട് നമ്മൾ ഇവിടെ വീട്ടിലെ വായിൻ്റെലല്ല, നമ്മൾ അയലക്കത്ത് പോയിട്ട് പറിച്ചുണ്ടാക്കി ഇടണം. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. നമ്മൾ ഈ ഇപ്പം ഇതിൽ ഇടുന്നതിന് എന്തൊക്കെയോ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്കറിയില്ല. നമുക്ക് ഉള്ള സ്പേസൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് നമ്മളിതാ നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. നല്ല പച്ചടി, ബീറ്റ്റൂട്ട് പച്ചടി, പിന്നെന്താ ഈ പയർ ഓലനില്ലേ, മമ്പയർ ഓലനുണ്ട്, പിന്നെ ക്യാബേജ് തോരൻ, മെഴുക്ക് പുരട്ടി, പിന്നെ ബ്രിഞ്ചൽ പൊരിച്ചത്, അവിയൽ, മാന്തൾ പൊരിച്ചത്, പിന്നെ പുളിയിഞ്ചിക്ക് ഇഞ്ചിക്കറി എന്ന് പറയാറുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ശർക്കരപ്പേരി ഉണ്ട്, കൂട്ടുകറിയുണ്ട്, പപ്പടമുണ്ട്, പഴമുണ്ട്, പിന്നെ നമ്മളെ സാമ്പാറുണ്ട്, ചോറുണ്ട്. ഏതായാലും പറഞ്ഞ് കുഴങ്ങി. ഇതെല്ലാം കൂടി തിന്ന് തീർക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പം അതും മേപ്പോട്ടാണ് കേട്ടോ. കാരണം ഈ ഒരു ചൂടും കൂടി ആയതുകൊണ്ട് നമുക്ക് ഇത്രയും കഴിക്കാൻ കഴിയുമെന്ന് തന്നെ ഭയങ്കര സംശയമാണ്. പിന്നെ ഇതാ നമ്മുടെ പാലട പായസം കൂടി എല്ലാവരും കൂടി കഴിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പായസം ഞാൻ ഫുൾ പറഞ്ഞ് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാവരും അൽഹംദുലില്ലാ നല്ല രസമായിട്ട് എല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടോ. അപ്പം കുറേ കാലത്തിന് ശേഷമാണ് നമ്മളിവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടുന്നത് കേട്ടോ. ഏതായാലും അൽഹംദുലില്ലാ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഞാൻ അമ്മായിനോട് ഇവരോടൊക്കെ പറഞ്ഞില്ല. അങ്ങനെ മാഷാ അല്ലാ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. ഇത് കഴിഞ്ഞതിന് ശേഷം എടുക്കാനുള്ള കപ്പാസിറ്റി എന്തായാലും ഇല്ല. അപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് വേറെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.